എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ സുപ്രഭാതവന്ദനം. നന്മയുടെ ചൈതന്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വേദമന്ത്രങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. വേദമന്ത്രങ്ങൾ കേൾക്കുന്നവർക്ക് അത് വേദമന്ത്രങ്ങളാണെന്ന് അറിയാൻ പോലും പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. വേദമന്ത്രങ്ങളുടെ ആധ്യാത്മികാർത്ഥം, ആദിഭൗതികാർത്ഥം, അധിദേവതാർത്ഥം, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആ 3 തരത്തിലുള്ള ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അതിൻ്റെയൊക്കെ അർത്ഥം വെറും വാച്യാർത്ഥമല്ല, അനുഭവത്തിൻ്റെ വേദിയിലുണ്ടാവുന്ന അർത്ഥങ്ങളാണ്. ഓരോ ദിവസവും നമ്മൾ ഈ വേദമന്ത്രത്തിലെ കുറച്ച് റിക്കുകളുടെ അർത്ഥ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള വാക്കുകളും വരികളും സന്ദേശങ്ങളും പ്രാർത്ഥനകളും കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് ആൻഡ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, സൈക്കോളജിക്കൽ എഫക്റ്റ്, നിങ്ങൾ നന്നായി വരും, നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങളുടെ അസുഖം വേഗം മാറും, തീർച്ചയാണ് നിങ്ങൾ ആരോഗ്യവാനായി തിരിച്ചു വരും, നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സൈക്കോളജിക്കൽ, വാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. അതാണ് വേദമന്ത്രങ്ങൾ. മഹാഭാഗ്യത്തിന് കുറച്ചു പേർക്കെങ്കിലും അത് കേൾക്കണമെന്ന് തോന്നുന്നുണ്ട്. മഹാദൗർഭാഗ്യത്തിന് ഭൂരിഭാഗത്തിനും ഇന്നും വളരെ വളരെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ആശ്വാസകരമായ ധന്യമായ വേദമന്ത്രാർത്ഥ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമില്ല. അതൊരു കുഴപ്പമൊന്നുമല്ല കേട്ടോ. പക്ഷെ എളുപ്പത്തിൽ ലഭിക്കാവുന്നത് എടുക്കാതെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസല് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകളും ആയിരങ്ങളും മുടക്കിയുള്ള കൺസൾട്ടൻസിക്ക് പോകുന്നതിന് പകരമല്ല, എന്നാലും അതിൻ്റെ കൂട്ടത്തിലെങ്കിലും ഇതുമാതിരിയുള്ള ചിലത് മോഡേൺ ഡോക്ടർമാർ പോലും അഡ്വൈസ് ചെയ്യുന്നതാണ്. മന്ത്രങ്ങൾ കേൾക്കുക, ധ്യാനിക്കുക, കീർത്തനങ്ങൾ കേൾക്കുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, നല്ല സന്ദേശങ്ങൾ കേൾക്കുക. ഇതെല്ലാം എല്ലാവരും ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നവരാണ്. എല്ലാ മതത്തിലുള്ളവരും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ജീവിതത്തിൽ എത്രത്തോളം ചെലവ് കുറഞ്ഞ, സമയം കുറച്ച് ചെലവഴിച്ച്, ഊർജം കുറച്ച് ചെലവഴിച്ച് എത്രത്തോളം ഇഫക്റ്റീവാക്കാൻ സാധിക്കുമോ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആക്കാൻ, മീനിങ് ഫുൾ ആക്കാൻ ഇതുമാതിരിയുള്ള ചില വരികൾ ചിലപ്പോൾ നമ്മളെ വളരെയേറെ പ്രയോജനപ്പെടും. ഇന്ന് 1-ാമത്തെ മണ്ഡലത്തിലെ 23-ാമത്തെ സൂക്തമാണ്. അതിൽ ഇന്ദ്രദേവനെ കുറിച്ച്, വായുവിനെ കുറിച്ച്, മിത്രൻ സൂര്യനെ കുറിച്ച്, വരുണദേവനെ കുറിച്ച്, മരുത് വായുവിനെ കുറിച്ച്, വിശ്വേദേവതകളെ കുറിച്ച്, പൂഷൻ എന്ന ദേവതാസങ്കല്പത്തെ കുറിച്ച്, ജലത്തെ കുറിച്ച്, അഗ്നിയെ കുറിച്ചുള്ള റിക്കുകളാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ വേദത്തിലേക്ക് കിടക്കാം. തീവ്രാഹ സോമാസ ആഗഹ്യാശിർവന്തസുതാ ഇമേ വായോതാൻ പ്രസ്ഥിതാൻ പിബാ. തീക്ഷ്ണമായ ഊർജ പ്രസരിപ്പോടുകൂടിയ, തൃപ്തിപ്പെടുത്തുന്നതിന് ഉപയോഗപ്രദമായ, സമർത്ഥമായ നിലയിൽ നിലനിൽക്കുന്ന, യോഗ്യമായ തിക്തരസം, കയ്പ് രസം ഉൾപ്പെടെയുള്ള, എന്നാൽ യുക്തമായ, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ പ്രാർത്ഥനകളോടുകൂടിയ ജപം കൊണ്ട് സംശുദ്ധമാക്കിയ ഉൽപ്പന്നമായ, അങ്ങനെ അർപ്പിക്കപ്പെട്ടതായ ഔഷധി രസങ്ങള്, ഏതൊരു രസമിശ്രിതമാണോ ഉള്ളത് അത് കൊണ്ടുവരപ്പെട്ടതായ അതിനെ പൂർണ്ണമായും ഇതാ ദേവതമാർക്ക് സമർപ്പിക്കുന്നു
എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ പവനൻ വായുദേവന് ഇതാ സമർപ്പിക്കുന്നു. അപ്രകാരം സൂക്ഷ്മരൂപത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഉത്തരവേദിയിൽ കൊണ്ടുവരപ്പെട്ടതായ, യാഗത്തിലെ ഉത്തരവേദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നികുണ്ഡം. അപ്പൊ ഉത്തരവേദിയിൽ കൊണ്ടുവരപ്പെട്ടതായ ഈ ഔഷധി രസത്തെ, അതിന്റെ ഗുണത്തെ പ്രകൃതി മുഴുവനും സ്വീകരിച്ച് യാഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് എത്തിക്കട്ടെ. ഗുണഭോക്താക്കളായ നാം ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന ലോകത്തിന്റെ, ജനതയുടെ, മാനവരാശിയുടെ പുഷ്ടിക്കും ആരോഗ്യത്തിനും കാരണമായ ഹവിസ്സിന്റെ ഉപഭോഗത്തിന് വേണ്ടി, അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലും വർത്തിക്കുന്നതായ ദിവ്യ ഗുണങ്ങൾ ഉള്ളവരായ അഗ്നി, പവനൻ എന്നിവരെയും അകത്തും പുറത്തും നിലനിൽക്കുന്നതായ അഗ്നിദേവനെയും പവനദേവനെയും ഇന്ദ്രവായുക്കളെയും വായുദേവനെയും സോമ ഔഷധി സ്വീകരിക്കുന്നതിനായി ഇതാ ഈ യജ്ഞശാലയിലേക്ക്, ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്ക് ഈ വൈദിക ദേവതമാരെ ഞങ്ങൾ ഇതാ ക്ഷണിക്കുന്നു. ഇന്ദ്രവായുമാനോജോ വാവിപ്രാഹവന്ത ഉദയേ സഹസ്രാക്ഷാധിയസ്പതി. വിദ്വാൻമാരായ ആളുകൾ, ബുദ്ധിമാന്മാർ സംരക്ഷണത്തിനായി അനുഷ്ഠിക്കുന്ന കർമ്മം ഫലസമാപ്തിയിൽ എത്തുന്നതിനു വേണ്ടി, തേജസ്സിനു വേണ്ടി, അറിവിനു വേണ്ടി 1000 കണ്ണുള്ളവരും എല്ലായിടത്തും കണ്ണെത്തിക്കുന്നവരും എല്ലായിടത്തും ചെല്ലുന്നവരും ബുദ്ധിപൂർവം ചെയ്യുന്ന കാര്യങ്ങളെ സംരക്ഷിക്കുന്നവരും കർമ്മപാലകരും ജ്ഞാനപാലകരുമായ മനോവേഗത്തോടു കൂടിയവരും ജ്ഞാനമാർഗചാരികളുമായ ഇന്ദ്രദേവനും വായുദേവനും വിദ്യുത് ദേവതയും പവനനും ഇതാ യാഗശാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിതാ അവരെ മന്ത്രപൂർവം ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു. മിത്രം വയം ഹവാമഹേ വരുണം സോമാപീതയേ ജ്ഞാനാഭൂതദക്ഷസ. ധർമാർത്ഥ കാമമോക്ഷങ്ങളായ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുക. അങ്ങനെ ധർമാർത്ഥ കാമമോക്ഷാർത്ഥികളായ മനുഷ്യര് ഔഷധി ബലരസത്തെ സ്വാസ്ഥ്യം ലഭിക്കുന്നതിനായിട്ട്, ആരോഗ്യം ലഭിക്കുന്നതിനായിട്ട്, ആനന്ദം ലഭിക്കുന്നതിനായിട്ട് ഇതാ പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ബലത്തോടു കൂടിയ, നല്ല സ്ട്രെങ്തോടു കൂടിയ, സ്ട്രോങ് ആയിട്ടുള്ള പവിത്രമായ വിശുദ്ധമായ ശരീരബലത്തോട്, പവിത്രമായ മനസ്സോട്, രോഗരഹിതമായ ശരീരത്തോടു കൂടിയ, പ്രബുദ്ധമായ സാമർഥ്യത്തോടു കൂടിയ, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള, വിജ്ഞാനത്തിന്റെ കാരണമായ കർമ്മദേശത്തിൽ പ്രായോഗികമാക്കുന്ന, ശരീരോപാധിയോടും അല്ലാതെയുമുള്ള ജീവന്റെ ഹേതുവായതിനെയും പ്രാണനായതിനെയും മിത്രനെയും ഉപരിഭാഗത്തേക്ക് പോകുന്നതിനുള്ള ശക്തിക്കും, ഉയർന്ന് വളർന്ന് മുകളിലേക്ക് പോകുന്നതിനുള്ള ശക്തിക്കും, വികസിക്കുന്നതിനുള്ള ശക്തിക്കും, പുരോഗമിക്കുന്നതിനുള്ള ശക്തിക്കും കാരണമായ ഉദാനവായുവിനെയും വരുണനെയും ശ്രേഷ്ഠനെയും ആശ്രയിക്കാൻ ഇതാ യോഗ്യരായ, ഋഷിതുല്യരായ ഞങ്ങൾ സജ്ജനങ്ങൾ, ധർമ്മബോധമുള്ളവർ ഇതാ നിങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. മന്ത്രോച്ചാരണപൂർവം ഞങ്ങൾ ഇതാ നിങ്ങളെ സുസ്വാഗതം ചെയ്യുന്നു. ഈ യാഗശാലയിലേക്ക് വരാനിതാ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾക്ക് ധർമ്മബോധം ഉണ്ടാക്കി തരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതൊരു സൂര്യദേവനാണോ അചഞ്ചലമായി ധർമ്മം പ്രസരിപ്പിക്കുന്നത്, ഏതൊരു വരുണദേവനാണോ അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്നത്, യജമാനന്, അനുയായികൾക്ക്, യാഗകർമ്മികൾക്ക്, ധർമ്മബോധമുള്ളവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നത്, ആ അനുഗ്രഹത്തിന്റെ സത്യവചനം കൊണ്ട്, അനുഗ്രഹവചനം കൊണ്ട് ഭൗതിക സമൃദ്ധിയുടെ കാരണത്തെ വർദ്ധിപ്പിക്കുന്നു, ഭൗതികമായ സമൃദ്ധി ഉണ്ടാക്കുന്നു. ഭൗതിക സമൃദ്ധി ഉണ്ടാകാനുള്ള കാരണത്തെ വർദ്ധിപ്പിക്കുന്നു. നിത്യ സംവർദ്ധകമായ ജലം അന്തരീക്ഷത്തെ ശമിപ്പിക്കുന്നു, ശാന്തി വരുത്തുന്നു. ഊർജം ഇവയിലെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടിരിക്കുന്നു. ആ സത്യത്തിന്റെ പ്രകാശത്തെ പാലനം ചെയ്യുന്നവരായ
തേജോരക്ഷകരായ ഇന്ദ്രനും വായുദേവതമാരും ആ സൂര്യദേവനെയും വായുദേവനെയും ഞാനിതാ ഉൾക്കൊള്ളുന്നു, ആദരപൂർവം സ്വീകരിക്കുന്നു, ഞാനിതാ വിളിക്കുന്നു, വന്നു ചേരാൻ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളെ ധർമ്മബോധമുള്ളവരെ വൈജ്ഞാനികരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. വരുണ പ്രാപിതാഭൂവൻ മിത്രോ വിശ്വാഭിരോധിഭീഹീം ഹരതാം ന സുരാധാസഹ. നമ്മുടെ വരുണദേവൻ ജലദേവത ബാഹ്യവും ശരീരാന്തർഗതവുമായ വായു ജലം, ബാഹ്യമായിട്ടിരിക്കുന്ന വായുവും ജലവും ശരീരത്തിനകത്തിരിക്കുന്ന വായുവും ജലവും പ്രദാനം ചെയ്യുന്നവരായി തീരട്ടെ. നമുക്ക് വായുവിൻ്റെയും ജലത്തിൻ്റെയും ദോഷം ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകാതിരിക്കട്ടെ. ഐശ്വര്യം പ്രാപ്തമാക്കുന്നതിനായി തീരട്ടെ. ഞങ്ങൾക്ക് ഐശ്വര്യം, ആരോഗ്യം ഇവ ഉണ്ടാക്കുന്നതിനായി തീരട്ടെ. ശത്രുക്കളെ നിവാരണം ചെയ്യുന്നവനായി തീരട്ടെ. മിത്രദേവനും പ്രാണദേവനും സർവവിധത്തിലുമുള്ള രക്ഷാമാർഗങ്ങളിലൂടെ, ഐശ്വര്യങ്ങളിലൂടെ, സംരക്ഷണങ്ങളിലൂടെ പ്രകർഷേണയുള്ള രക്ഷയ്ക്കായി വന്നു ചേരട്ടെ, ഐശ്വര്യത്തിനായി വന്നു ചേരട്ടെ. അവർ എങ്ങും വിളങ്ങട്ടെ. ഞങ്ങളെ വിദ്യയോടും ധനത്തോടും അധികാരത്തോടും യുക്തരാക്കി തീർക്കട്ടെ. മരുത്വന്തം ഹവാമഹ ഇന്ദ്രമാസോമാപീതയേ സജോർഗണേനാദ്രം പദോ. അല്ലയോ വായുദേവതമാരെ, മരുത്തുക്കളുടെ ശക്തിയുള്ള ദേവതാ സങ്കല്പമേ, പവന സംബന്ധം കൊണ്ട് പ്രസിദ്ധമായ വായുദേവതാ ചൈതന്യം കൊണ്ട് സ്വാമി ഭാവത്തോടുകൂടി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് വായുവാണ്. ആ വായു അല്പസമയം നിന്നാൽ അല്ലെങ്കിൽ പൊള്യൂട്ടഡ് ആയാൽ, ആ വായു മലിനീകരിക്കപ്പെട്ടാൽ എല്ലാ ജീവജാലങ്ങൾക്കും അത് ബാധിക്കും. അപ്പൊ സ്വാമി ഭാവത്തോട്, വായു യജമാനന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ദ്രദേവനെ, സഹായികളോട് കൂടിയ ഗവേഷകനെ, ഔഷധി രൂപമായ അമൃത രസപാനത്തിനു വേണ്ടി പദാർത്ഥ ഗുണങ്ങളെ വേർതിരിഞ്ഞ് അറിവ് ഉൾക്കൊള്ളാൻ വേണ്ടി സ്തുതിപൂർവകം ഞങ്ങളിതാ ക്ഷണിക്കുന്നു. അപ്രകാരം ക്ഷണിക്കപ്പെട്ട ഇന്ദ്രൻ, വായുദേവത, മിത്രൻ, സൂര്യൻ, പവന സമൂഹത്തോടുകൂടി സഹായികളോടുകൂടി നല്ലവണ്ണം തൃപ്തനായി കൃതകൃത്യനായി ഞങ്ങളുടെ സാന്നിധ്യത്തിലേക്ക്, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരട്ടെ. അനുഗ്രഹാശിസ്സുകൾ ചൊരിയട്ടെ. സൂര്യൻ സംരക്ഷകനായി ഉള്ളവരും സൂര്യൻ ദാതാവായിട്ടുള്ളവരും ഇന്ദ്രനാകുന്ന നേതാവോട് കൂടിയവരും ദിവ്യ ഗുണങ്ങളോട് കൂടിയവരും ഇന്ദ്രൻ, മരുത്ത തുടങ്ങിയ ദേവന്മാരും മറ്റുള്ള സമസ്ത ദിവ്യന്മാരും പവന സമൂഹ രൂപങ്ങളും സമസ്ത വീരധീരന്മാരും എൻ്റെ ക്ഷണത്തെ വരാനുള്ള അഭ്യർത്ഥനയായി കേട്ടാലും. എല്ലാവരും വീരധീരന്മാരും ശൂരന്മാരും ഇന്ദ്രനാകുന്ന നേതാവോടുകൂടി ദിവ്യ ഗുണങ്ങളോട് കൂടിയവര് അവരെല്ലാവരും എൻ്റെ ക്ഷണം സ്വീകരിച്ചു വരട്ടെ. ഇന്ദ്രജ്യേഷ്ഠാമരുദ്ഗണാ ദേവാസ പൂഷരാതയഃ വിശ്വേ മമ ശ്രുതാഹവം. അവരെല്ലാം എൻ്റെ ക്ഷണം സ്വീകരിച്ചു വരട്ടെ. ആഗ്രഹിക്കുന്നത് പ്രദാനം ചെയ്യുന്ന വായുദേവ, മിത്രദേവ, ഇന്ദ്രദേവ, ഉത്തമ പദാർത്ഥങ്ങളെ കണ്ടുപിടിച്ച് തരുന്നവരെ, ഗവേഷകരെ, സ്വർണം, ഭൂമി, ഗ്രഹം തുടങ്ങിയവ ദാനം ചെയ്യുന്നവരെ, ഭവാന്മാർ ശരീരബലം കൊണ്ട് ഇന്ദ്രനോടുകൂടി ഊർജ സഹകൃതരായി, ഊർജത്തോടുകൂടി പവന സഹകൃതരായി ശത്രുവിനെ മേഘത്തെ പെയ്യിപ്പിക്കുന്നവരായി, മേഘവർഷം ചൊരിയുന്നവരായി, തിന്മകളെ ഹരിക്കുന്നവരായി, മഴയാകാൻ ഛേദിക്കുന്നവരായി, ദുഃഖദായകന്മാരായ ശത്രുക്കൾ മഴയാകാതെ നിന്ന മേഘങ്ങൾ ഞങ്ങൾക്ക് സുഖം തരുന്നവരായി മാറ്റുന്നു, തിന്മകളെ നന്മകളാക്കി മാറ്റുന്നു. ഒരിക്കലും ആയിത്തീരാത്ത ദുഃഖം, ഉണ്ടായിത്തീരാത്ത ദുഃഖം ഞങ്ങളിലേക്ക് വരുത്തരുതേ. ഞങ്ങളെ ദുഃഖിക്കുന്നവരാക്കി തീർക്കരുതേ. ഞങ്ങൾക്ക് ദുഃഖദായകരായ ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാതെ സംരക്ഷിക്കുക. വിശ്വാൻ ദേവാൻ ഹവാമഹേ മരുത സോമാപീതയേ ഉഗ്രാഹി പൃഷ്ണി മാതരഃ. എന്തുകൊണ്ടാണോ ശില്പവിദ്യ
കരസ്ഥമാക്കിയവരായ ഞങ്ങൾ, ശില്പവിദ്യ കരസ്ഥമാക്കിയവരായ ഞങ്ങൾ, വിദ്യയെ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങൾ, അറിവിനെ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങൾ, തീക്ഷ്ണമായ വേഗതയോട് കൂടിയതായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ, ശത്രുക്കൾക്ക് അജയ്യരായ ഞങ്ങൾ, അനുപമ ബലത്തോടു കൂടിയ ഞങ്ങൾ, നാനാഗുണയുക്തരായ ഭൂമിപുത്രന്മാരായ ഞങ്ങൾ, ആകാശമോ അന്തരീക്ഷമോ ഉൽപ്പത്തിക്ക് നിമിത്തമായവരായ ഞങ്ങൾ, അങ്ങനെയുള്ള ഞങ്ങളെ എല്ലാവരെയും വായുദേവനും ഇന്ദ്രദേവനും അസാമാന്യമായ കഴിവുള്ള എല്ലാവരെയും ഉത്തമ ഗുണങ്ങളെ വെളിവാക്കുന്ന വായുക്കളെയും ഔഷധീരൂപമായ അമൃതരസപാനത്തിനായി ഞങ്ങളെ ഒരുമിച്ച് ചേർന്ന് ഇതാ ദേവതമാരെ നിങ്ങളെ ക്ഷണിക്കുന്നു. വിദ്യാലാഭത്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്ക് വന്നണയാൻ ആഗ്രഹിച്ച് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, സുസ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അപ്പോ ഒന്നാമത്തെ മണ്ഡലത്തിലെ 23ാമത്തെ സൂക്തത്തില് 10ാമത്തെ റിക്ക് വരെ 10 റിക്കുകളാണ് വായിച്ചത്. ഇതിലെല്ലാത്തിലും നമ്മൾ ഓർമ്മിക്കുക, അർത്ഥമറിഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഒരു നല്ല സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. അർത്ഥമറിയാതെ വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ എഫക്റ്റ് ഇല്ല, ന്യൂറോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ഏത് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും മാനസിക സംഘർഷവും സൈക്കോസൊമാറ്റിക് ഡിസീസുകളും മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും കുറയ്ക്കാൻ വളരെ വളരെ കാര്യമായി പ്രയോജനപ്പെടുന്നതാണ് വേദമന്ത്രങ്ങൾ. അത് വെറുതെ കേൾക്കുക, അർത്ഥമറിയാതെ കേട്ടാലും അസാമാന്യമാം വിധത്തില് നമ്മളുടെ ബ്രെയിൻ വേവ്സ് നോർമൽ ആകുന്നു, ഹാർട്ട് ബീറ്റ് നോർമൽ ആകുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നോർമൽ ആകുന്നു, അഡ്രിനാലിന്റെ അളവ് നോർമൽ ആകുന്നു, കൊളസ്ട്രോളിന്റെ അളവ് നോർമൽ ആകുന്നു. സൈക്കോസൊമാറ്റിക് ഡിസീസ് 150ഓളം ഡിസീസ് ഉണ്ട്. ആ മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങള് അത് വളരെ വളരെ അധികം ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുന്നു. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക, നന്മയിലേക്കുള്ള പ്രയാണത്തില് വേദമന്ത്രങ്ങൾ അർത്ഥം അറിഞ്ഞുകൊണ്ടും അർത്ഥമറിയാതെയും കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഫലമുണ്ട്. എല്ലാ തലത്തിലും എല്ലാ തരത്തിലും എല്ലാ സമയത്തും അർത്ഥമറിഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങൾ കേൾക്കുക എളുപ്പമല്ല. അതുകൊണ്ട് വേദമന്ത്രങ്ങൾ കേൾക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴും നിങ്ങൾ മറ്റ് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ മന്ത്രങ്ങൾ കേൾക്കാൻ ജഗദീശ്വരനും ഭാരതമാതാവും മന്ത്രങ്ങൾ എഴുതിയ ഋഷീശ്വരന്മാരും നമ്മുടെ പൈതൃകവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.